ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ മക്കൾ 2 പേര്. അവർ ഇപ്പോൾ എൻ്റെ വൈഫ് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഒരേ ഭക്ഷണം ചില സമയത്ത് അവർ കഴിക്കില്ല, വിശക്കില്ല, വേണ്ട. പക്ഷേ നേരെ മറിച്ച് അതേ ഫുഡ് തന്നെ ഞാൻ അവർക്ക് കൊടുത്താൽ അവർ കഴിക്കും. അതിൻ്റെ ഒരു സൂത്രം എന്താണെന്ന് വെച്ചാൽ, വൈഫ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഓംപ്ലേറ്റ് ആണെന്ന് വിചാരിക്കുക. ഓംപ്ലേറ്റ് വൈഫ് കൊടുക്കുന്ന സമയത്ത് നോർമൽ ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് പിള്ളേർക്ക് കൊടുക്കും. ഞാൻ അതേ എഗ്ഗ് വെച്ചിട്ട് ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ഒരു സ്പൂൺ എടുത്ത് ജസ്റ്റ് അതിൽ 2 കണ്ണ് കട്ട് ചെയ്ത് വെക്കും, ഒരു ക്യാരറ്റിൻ്റെ കഷ്ണം എടുത്ത് ലിപ്പാക്കി വെക്കും. പിള്ളേരത് കഴിക്കും, കഴിച്ചോളൂ ഉറപ്പായിട്ടും. നമ്മൾ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല, ഇതേ തന്നെയാണ് ഫുഡിൻ്റെ പാറ്റേണിൽ എല്ലാത്തിലും. നമ്മൾ ഫിഷാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടിക്ക് കൊടുക്കുന്നതെങ്കിൽ കുട്ടിക്ക് വേണ്ട രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഷെഫ് എന്നുള്ള നിലയ്ക്ക് ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്ന അങ്ങനെ കുട്ടികളുടെ കാര്യത്തിലല്ല, എല്ലാവർക്കും കഴിക്കാനൊരു മോട്ടീവ് കാണുമ്പോൾ തന്നെ ഉണ്ടാവും. ഉറപ്പായിട്ടും. നമ്മൾ സെക്കൻഡറി ആണ് വായിലെത്തുന്നത്. ഫസ്റ്റ് ഒരു ഫുഡ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാഴ്ചയിലാണ്. അപ്പോൾ ഞാൻ ഫുഡ് കൊടുക്കുമ്പം ഇപ്പോൾ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി ഫുഡ് കൊടുക്കുകയാണെങ്കിൽ പോലും ഞാൻ അതാണ് മെയിൻ കാണുന്നത്. അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെ അതെ, നമ്മൾ കണ്ണ് ഫസ്റ്റ്, നമ്മുടെ കണ്ണാണ് ശരിക്കും ഫുഡ് കഴിക്കുന്നത്, രണ്ടാമതാണ് നമ്മളെ വായ കഴിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇനി ഇത് ഒരു ഈ സാലഡ് ബോക്സിൻ്റെ ഇത് എക്സ്പാൻഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരിക ഉദ്ദേശിക്കണം നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ കാര്യങ്ങളൊക്കെ ആയിട്ട്? നമുക്കൊക്കെ ഒന്ന് പുറത്തുള്ളവർക്കും കഴിക്കണമല്ലോ. ഇപ്പോൾ ആ കോഴിക്കോടിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് വിട്ട് നമുക്കൊക്കെ കഴിക്കാനാണ്. ഉറപ്പായിട്ടും നമ്മൾ സാലഡ് ബോക്സിൻ്റെ ഒരു ഡ്രീം, എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, ഹെൽത്തി ഫുഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ കൂടുതൽ ആളുകളും കോൺഷ്യസ് ആവുകയാണ്, കൂടുതൽ ആളുകളും ഹെൽത്ത് കോൺഷ്യസ് ആവുകയാണ്. ഇപ്പോൾ ഡോക്ടേഴ്സ് അല്ല, ഡോക്ടേഴ്സ് നമ്മളെ കമ്മ്യൂണിറ്റിയാണ്. സാധാരണ ആളുകളിലേക്കും ഇപ്പം നമ്മൾ പ്രൈസ് ഒക്കെ ഇടുന്ന സമയത്ത്, ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് ഇടുന്ന സമയത്തും നമ്മൾ അതാണ് ഇനി നമ്മൾ കാണുന്നത്. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഏറ്റവും ഹെൽത്തി ഫുഡ് കഴിക്കുക. അത് എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത്, വലിയ ഡ്രീം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ മെയിൻ സിറ്റീസിലെങ്കിലും, ഇപ്പോൾ ഈവൻ ബാംഗ്ലൂർ, അല്ലെ കേരളത്തിലാണ് കാലിക്കറ്റ്, കൊച്ചിൻ, അങ്ങനെയുള്ള മെയിൻ സിറ്റീസിലെങ്കിലും ഫാസ്റ്റ് ലൈഫ് ഇല്ലെങ്കിൽ ഫാസ്റ്റ് ലൈഫിൽ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പം IT മേഖലയാണെങ്കിലും ഇവർക്കൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ടൈം. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ആവാൻ നമ്മുടെ ഈ സാലഡ് ബോക്സിന് കഴിയണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഡ്രീം. അത് പെട്ടെന്നാവണം എന്നുള്ളത്. അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ ഒരു ചോദ്യം ചോദിക്കാൻ, നമ്മൾ ഇപ്പോൾ ബീഫും പൊറോട്ടയും ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു സാധനമാണ്. പല രീതിയിലും അതിനെന്ത് ചെയ്യുന്നുണ്ട് ആളുകൾ. അപ്പോൾ നിങ്ങളൊരു അഭിപ്രായത്തിൽ എന്താണ് ഒരു ബീഫും പൊറോട്ടയും കഴിക്കുന്നതിനുള്ള ഒരു ഇത് വരുന്നത്? സത്യം പറഞ്ഞാൽ ഒന്ന്, ഭക്ഷണം എന്ന് പറയുന്നത് കഴിക്കുന്നവൻ്റെ ആഗ്രഹമാണ്. ബീഫും, ഞാൻ സത്യത്തിൽ ബീഫും പൊറോട്ടയും നന്നായിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പം ബീഫും പൊറോട്ടയും കഴിക്കുന്ന സമയത്ത് അതിനെക്കൊണ്ടുള്ള ദോഷങ്ങൾ ഞാൻ പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല. കാലങ്ങളായിട്ട് വിദഗ്ധർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. മൈദയാണെങ്കിലും ഇല്ലെങ്കിൽ ബീഫാണെങ്കിലും, ബീഫ് കുഴപ്പമൊന്നുമല്ല, അത് ആ രീതിയിൽ കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പം കൂടുതൽ അളവ് കൂടി അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബീഫ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം താങ്ങുന്ന ഒരളവിൽ, അങ്ങനെയാണ് ഞാൻ പറയാം, താങ്ങുന്ന ഒരളവിലുള്ള ഭക്ഷണം കഴിക്കുക, ബീഫ് എടുക്കുക. അത് ഏറ്റവും സ്വാദോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എന്താണോ, ഇപ്പോൾ അഡിക്റ്റീവ്സ് ഒന്നും ഇല്ലാതെ നമുക്ക്, ഇപ്പോൾ എന്താ പറയുക, ഏറ്റവും ഇപ്പം പുറമുള്ള ആളുകൾ ഇല്ലെങ്കിൽ വിദേശത്തൊക്കെ നമ്മൾ ഈ മസാലാസ് ഒന്നും അധികം യൂസ് ചെയ്യില്ല. അവർ മീറ്റ് ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ഒക്കെ അതിൻ്റെ ആക്ച്വൽ ടേസ്റ്റ് എന്താണോ, ഇപ്പോൾ ഫിഷ് ആണെങ്കിൽ അതിൻ്റെ ജ്യൂസ്നെസ്സും കിട്ടുന്ന രീതിയിൽ ഏറ്റവും പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യുക. ജസ്റ്റ് ഒരു ബന്ധ പൗഡറൊക്കെ ലാസ്റ്റ് ഇട്ടുള്ളവരെ ജസ്റ്റ് നമ്മൾ കഴിക്കുന്നത് മസാലയാണ്. ശരിക്കും നമ്മൾ കഴിക്കുന്നത് മസാലകൾ ആണ് നമ്മളെ ടേസ്റ്റായി മാറുന്നത്. നമ്മളിപ്പോൾ ഈ ബീഫും പൊറോട്ടയും പറഞ്ഞത് സത്യത്തിൽ നമ്മൾ ബീഫിൻ്റെ ടേസ്റ്റ് ആണോ അറിയുന്നത്? നമ്മളറിയുന്ന മസാലേൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ബീഫും പൊറോട്ടയും കഴിക്കുന്നത് നമ്മളൊരു പഴയ എന്താ പറയുക, നമ്മളെല്ലാവരും കഴിച്ച പോലെ ബീഫും പൊറോട്ടയും കഴിക്കുന്നു. ശരിക്കും ബീഫും പൊറോട്ടയും എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയില്ല. ഒന്ന്, നമുക്ക് ഒരു സൊല്യൂഷൻ, പൊറോട്ട കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീറ്റ് പൊറോട്ട നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് മൈദ ഒഴിവാക്കിയിട്ട് വീറ്റ് പൊറോട്ട നല്ല ടേസ്റ്റിയാണ്. എനിക്ക് തോന്നുന്നത് മൈദ